ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സാനിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടൊരു ചിക്കൻ ഫ്രൈഡ് റെസിപ്പി ഉണ്ടല്ലോ. നമ്മുടെ ഈ കല്യാണത്തിലൊക്കെ പോകുമ്പോൾ കിട്ടുന്ന ചിക്കൻ ഫ്രൈ ഇല്ലേ, കേറ്ററിംഗുകാരുടെ ചിക്കൻ ഫ്രൈ, അതൊരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. പക്ഷേ അത് നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ള റെസിപ്പി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനായിട്ടൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു 3/4 കിലോ അളവിലുള്ള ചിക്കനുള്ള പേസ്റ്റാണ് റെഡിയാക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് അതിനുള്ള പേസ്റ്റ് റെഡിയാക്കിയിട്ട് ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം കാശ്മീരി ചില്ലിയും നോർമൽ ചില്ലിയും കൂടെ മിക്സ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് മസാലപ്പൊടിയാണ്. മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് ചിക്കൻ മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന മല്ലിപ്പൊടിയാണ്. അപ്പോൾ അതൊക്കെ നമ്മുടെ ചിക്കൻ്റെ അളവനുസരിച്ചാണ്. ഞാനിപ്പോൾ ഒരു 3/4 കിലോനൊക്കെയുള്ള ഗ്രേവിയാണ് റെഡിയാക്കുന്നത്. അപ്പം മല്ലിപ്പൊടി ചേർത്ത് കൊടുത്ത് ഇനി അതിലേക്ക് കുറച്ച് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ചിക്കൻ നല്ല സോഫ്റ്റ് ആകാനും ക്രിസ്പി ആകാനും ക്രഞ്ചി ആയിട്ടൊക്കെ ഇരിക്കാൻ വേണ്ടി ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതിലേക്ക് ഒരു സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് നമുക്ക് ഗ്രേവി റെഡിയാക്കാം. പൊടി ഐറ്റംസ് എല്ലാം ചേർത്ത് കഴിഞ്ഞ് ഇനി അതിലേക്ക് ഞാനൊരു മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ മുട്ടയൊക്കെ ചേർത്തിട്ട് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ. നല്ല സോഫ്റ്റുമാണ്, നല്ല ടേസ്റ്റുമാണ്. വീണ്ടും ഉണ്ടാക്കി കഴിക്കാൻ തോന്നി. ഇനി അതിലേക്ക് ഒരു അരമുറി നാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒരു സ്പൂൺ ഉപയോഗിച്ച് ഈ പേസ്റ്റ് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓവറായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. ഒത്തിരി വെള്ളം പോലെ ആകുകയും ഒരുപാട് തിക്കായിട്ടും ഇരിക്കരുത്. ഒരു ലൂസ് എന്ന് വെച്ചാൽ ഒരുപാട് ലൂസാകരുത്. ഒരു എന്താ പറയണ്ടേ, ഒരു നോർമലായിട്ടുള്ള ഒരു പരുവം, ആ പരുവത്തിലേക്ക് നല്ലപോലെ ഇളക്കി ഞാൻ യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു രീതിയിൽ കൂടെ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയ പിന്നെ നിങ്ങൾ ചിക്കൻ മേടിക്കാൻ വേണ്ടിയില്ല, അതിങ്ങനെ ഫ്രൈ ചെയ്യത്തുള്ളൂ. കറി വെക്കാൻ പോലും നിങ്ങൾ നിൽക്കുകയില്ല, എല്ലാം ഫ്രൈ ആക്കാനേ നോക്കത്തുള്ളൂ. അത്രയ്ക്ക് ടേസ്റ്റാണ്. ഞങ്ങളുടെ നാട്ടിലെ കേറ്ററിംഗുകാരുടെ ചിക്കൻ ഫ്രൈയുടെ റെസിപ്പിയാണ് ഞാൻ ഈ കാണിച്ചു തരുന്നത്. കഴുകി വൃത്തിയാക്കി വെച്ച് ചിക്കനൊക്കെ എടുത്ത് നമ്മളിനി പേസ്റ്റിലേക്ക് ഇട്ട് കൊടുക്കാവേ. അപ്പോൾ പേസ്റ്റ് റെഡിയാക്കി വെച്ചതിലേക്ക് ഞാൻ ചിക്കൻ പറക്കിയിടുന്നുണ്ട്. അപ്പം നല്ലപോലെ കൈ കൊണ്ട് ഇളക്കി യോജിപ്പിക്കണേ. നമ്മൾ സ്പൂണൊന്നും ഉപയോഗിച്ച് ഇളക്കിയാൽ ശരിയാവത്തില്ല, പേസ്റ്റ് അതിലേക്ക് പിടിക്കാൻ പാടുപെടും. അവിടെ നല്ലപോലെ കൈ ഉപയോഗിച്ച് നല്ല തിരുമ്മി പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാവേ. അപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ ഇനി ഒരു ഫ്രൈ പാൻ എടുത്ത് അതിലേക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഹൈ ഫ്ലെയിമിലിട്ട് 2 മിനിറ്റ് ഫ്രൈ ആക്കിയതിന് ശേഷം വേണം മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ ചിക്കൻ്റെ ഒരു സൈഡ് മൂത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനത് മറിച്ചിട്ട് മറ്റേ സൈഡും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയൊരു ചിക്കൻ ഫ്രൈ ആണ്. അതുപോലെ തന്നെ കുട്ടികൾക്ക് സ്കൂളിൽ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ പറ്റിയാണ്. കുട്ടികൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുക. വീണ്ടും അവർ ഇതുപോലെ ഉണ്ടാക്കി തരാൻ ആവശ്യപ്പെടും. അത്രയ്ക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ ആണ് ഇത്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനത് പ്ലേറ്റിലേക്ക് കോരി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കേറ്ററിംഗുകാരുടെ ചിക്കൻ ഫ്രൈഡ് റെസിപ്പി. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതിലും വരേക്കും ടാറ്റാ, ബൈ ബൈ.